ഇപ്പം കുറെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നെ പോലെ ഇങ്ങനെ തള്ളി മറിക്കുന്നത്. അപ്പം തേജസ്, മാളവിക അങ്ങനെയൊക്കെ ഉള്ള കുറെ പേര്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബോണ്ടൊന്നും ഇല്ല. എല്ലാരും കുടുംബമായി, കുട്ടികളായി, പരിപാടിയായി. അവര് ഇപ്പൊ അവൻ ഷിപ്പിൽ എന്തോ ആണ്. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ആഡിസിന്റെ കൂടെയാ. അവ ഇവിടെ എറണാകുളത്തുണ്ട്, അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. പറ്റുന്നവരെയൊക്കെ വിളിക്കും. അവരൊക്കെ പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളു. നമ്മൾ ഡെയിലി വിളിക്കുന്നത്, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓരോരുത്തരുടെ അപ്ഡേറ്റുകൾ അതിൽ അറിയിക്കും, നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ് നമുക്ക് ഡെയിലി വിളിച്ചുള്ള ഒരു അങ്ങനെയില്ല. എല്ലാരും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ഇവന്റ്സിലും എല്ലാവരും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രീ ആയ എല്ലാരും വരും, ഉറപ്പാ. പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പം നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ നമുക്ക് പറ്റുന്നവരെല്ലാരും അവിടെ പോയി. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാരും, ഇതൊക്കെ ഒരു വലിയ വിശേഷമല്ലേ. അപ്പം അതിലെല്ലാരും ഉണ്ടാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ഓക്കെ, ലാൽ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് സംസാരിച്ചിരുന്നു? സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പടത്തിന് ഞാൻ ജോയിൻ ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. സാറ് വലിയ അടിപൊളിയാവട്ടെ എന്നൊക്കെ പുള്ളി പറഞ്ഞു. ജോമോൻ ചേട്ടൻ കണ്ടപ്പോഴും ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു സാറിന്. പടം ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ പടം ഇറങ്ങണം, പോയി കാണണം. സാറപ്പം പാലക്കാടാണ്. അപ്പം വീട്ടിൽ എന്തോ ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ്, കാണാന്ന് പറഞ്ഞു. ഇനി അഥവാ നടന്നില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വരുമ്പോ ഞാൻ പറയും OTT ഇരുന്ന് കാണാമല്ലോ.